നമസ്കാരം. നമ്മുടെ പിണറായി സർക്കാരിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളപ്പിറവിക്ക് ശേഷം ഈ കേരളം തുടർ ഭരണം നടത്തുന്ന ആദ്യത്തെ ഭരണവിഭാഗമാണ് പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ളവരുടെ. ഈ മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നല്ല ആജ്ഞാശക്തിയുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ അത് നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാർക്കും അത്ര കണ്ട് ഇച്ഛാശക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അവരുടെ കഴിവിനൊത്ത് അവർക്ക് വളരാൻ കഴിയുന്നില്ല. ഈ കേരളത്തെ നന്നാക്കാൻ ഈ സർക്കാരിന് എളുപ്പത്തിൽ സാധിക്കും. വിദ്യാഭ്യാസ മേഖല മുതൽ തുടങ്ങിയാൽ മതി. പക്ഷെ അവിടെയും ആലോചിച്ച് നിൽക്കുക. കിട്ടുന്ന ഫണ്ടുകളൊക്കെ മുക്കാനും സ്വജനപക്ഷപാതവും അതുപോലെ ഗുണ്ടായിസവും ഒക്കെ പ്രോത്സാഹിപ്പിക്കാനും വ്യത്യസ്ത വകുപ്പുകളിലെ തോന്നിയാസങ്ങൾക്ക് അർഹമായ രീതിയിൽ നടപടിയെടുക്കാതിരിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഈ രാജ്യം, നമ്മുടെ ഈ കേരള സംസ്ഥാനം കുട്ടിച്ചോറായി പോകുന്നു എന്നുള്ളത് അവർ കാണുന്നില്ല. ചില തീരുമാനങ്ങളൊക്കെ എന്തോ വലിയ വലിയ കാര്യമാണ് എന്ന് കരുതി നീട്ടി കൊണ്ടുപോകണം. ഇന്നിപ്പോ ഒരു പ്രസ്താവന കണ്ടു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാ സ്കൂളുകളിലും റാഗിംഗ് വിരുദ്ധ സെല്ലുകൾ പരിഗണനയിൽ മന്ത്രി ശിവൻകുട്ടി. വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുന്നതും സർക്കാരിന്റെ ആലോചനയിലുണ്ടെന്നും മന്ത്രി. നല്ലത്. പക്ഷെ ഇതൊരു മണ്ടത്തരമാണ്, ഇതൊരു വേണ്ടാധീനമാണ്, ഒരു പ്രഖ്യാപനം മാത്രമാണ് എന്ന് ഞാൻ പറയും. ഈ സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇച്ഛാശക്തിയുള്ള, ആജ്ഞാശക്തിയുള്ള ഒരു സർക്കാർ ആണെന്നുണ്ടെങ്കിൽ ഈസിയായി ഇത് നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കോടതികളെ കൂടെ സപ്പോർട്ട് എടുക്കണം, എടുത്തു കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കണം, അതങ്ങോട്ട് നടപ്പിലാക്കണം. സ്കൂളുകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? സ്കൂളുകൾ പഠിക്കാനുള്ള ആവശ്യത്തിനുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വരിക, അവർക്ക് ഭാവിയിലേക്ക് വേണ്ടി പഠിക്കുക, അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുക, ആ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മാർക്ക് ചെയ്ത് വാങ്ങുക, പോവുക. ഇത്രേ ഉള്ളൂ അവിടുത്തെ പണി. വേറെ പണിയൊന്നുമില്ല. അധ്യാപകർക്ക് എന്താ പണി? ആ അധ്യാപകർക്ക് ഈ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സഹായിക്കുക, പഠിപ്പിക്കുകയല്ല, പഠിക്കാൻ സഹായിക്കുക. അവരെ അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരെ സഹായിക്കുക, അവരുടെ ആ പഠനകാലം പൂർത്തിയാകുന്നതുവരെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. ഇതിനാണ് വിദ്യാലയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് എടുത്ത് കളയുക. ഉദാഹരണത്തിന് റാഗിങ്. ഈ റാഗിങ്ങിനാണല്ലോ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി അവിടെ ആരെയെങ്കിലും റാഗ് ചെയ്തു എന്ന് തെളിഞ്ഞാൽ, പരാതി വന്നു കഴിഞ്ഞാൽ, ആ പരാതി ആരുടെ പേരിലാണോ വരുന്നത് അവരവിടെ പഠിക്കില്ല എന്നും, അവിടെ മാത്രമല്ല പിന്നീട് ഇന്ത്യയിൽ എവിടെയും പഠിക്കില്ല, കേരളത്തിൽ എവിടെയും അവർക്ക് പഠിക്കാൻ കഴിയില്ല. അത് ഗവൺമെന്റ് സ്ഥാപനമായാലും സ്വകാര്യ സ്ഥാപനമായാലും പഠിച്ച് പരീക്ഷ എഴുതാൻ കഴിയില്ല. അവന്റെ വിദ്യാഭ്യാസം അതോടുകൂടി കഴിഞ്ഞു. അന്ന് ആ തെളിയുന്ന നിമിഷം അവനെ ശിക്ഷിക്കേണ്ടതാണെങ്കിൽ, ജയിലിലിട്ട് ശിക്ഷിക്കേണ്ട വകുപ്പാണെന്നുണ്ടെങ്കിൽ ജയിലിലേക്ക് പറഞ്ഞു വിട്ട്, ഇനി അതല്ല ദുർഗുണ പരിഹാര പാഠശാലയിലേക്കാണ് വിടുക എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ട്, ഏതായാലും അവന്റെ ജീവിതം അതോടുകൂടി, വിദ്യാഭ്യാസ ജീവിതം അതോടുകൂടി തീരണം. പിന്നെ അവനൊരു പഠനമില്ല. അത് +1 ഒരു വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ +2 പഠനത്തോടുകൂടി, അവിടത്തോടുകൂടി അവന്റെ പഠനം തീർന്നു. പിന്നെ അവനൊരു ഉപരിപഠനമില്ല. കാരണം വിദ്യാലയങ്ങൾ വരുന്നത് പഠിക്കാൻ. ആ പണിയല്ല അവരെടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വിദ്യാലയം ആവശ്യമില്ലല്ലോ. അപ്പൊ കൃത്യമായ നിലപാടെടുക്കണം, കർശനമായിരിക്കണം നിയമങ്ങൾ. ഇവിടെ നിയമങ്ങൾ കർശനമാക്കേണ്ടടുത്ത് നിയമങ്ങൾ കർശനമാകുന്നില്ല. അവിടെ ഒരു സോഫ്റ്റ് കോർണർ വരുന്നുണ്ട്. അതായത് ആരാണ് അവിടെ കുറ്റവാളി എന്ന് നോക്കുന്നുണ്ട്. ആ കുറ്റവാളി നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിയമത്തിന്റെ വഴി വിട്ട് മറ്റേതെങ്കിലും വഴിയൊക്കെ പോകുന്നുണ്ട്. അതാണ് പ്രശ്നം. ഈ ഒരു നിലപാട് ഈ സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, കർശനമായി എടുക്കാൻ കഴിയുന്ന ഒരു 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 സർക്കാരാണ് ഈ പിണറായി സർക്കാർ എന്ന് പറയുന്നത്. UDF എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും എതിർക്കില്ല. റാഗിങ് എന്ന് പറയുന്നത് കുറ്റകൃത്യം, ആ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരെ പിന്നെ വെച്ച് പുലർത്തണം, അവരെ തുടർന്ന് പഠിപ്പിക്കണമെന്ന് UDF പറയില്ല, പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. SFI മാത്രമേ അങ്ങനെ പറയുന്നെങ്കിൽ പറയാൻ സാധ്യതയുള്ളൂ. പക്ഷെ അതും ഒരു നിയമമായി അല്ലെങ്കിൽ ഒരു നിലപാടായി വന്നു കഴിഞ്ഞാൽ SFI അത് പറയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ സിദ്ധാർത്ഥിനെ പോലെയുള്ളവർ ഇന്ന് ജീവിച്ചിരിക്കും. റാഗിങ് ഉണ്ടാവില്ല, പീഡനം ഉണ്ടാവില്ല. ഒരാൾ കോളേജിൽ വന്നാൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് റാഗിങ് വിരുദ്ധ സെല്ല് രൂപീകരിക്കേണ്ട ആവശ്യം? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഈ മന്ത്രി ഇതിന്റെ ഡയലോഗ് അടിക്കാൻ നിന്നത്? വെറുതെ ഒരു സെല്ല് രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ സെല്ലുകൾ ഇല്ലാഞ്ഞിട്ടാ? കോളേജിൽ അധ്യാപകരില്ലേ? ഇനി അധ്യാപകർ അതിന് കൂട്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അധ്യാപകന് ജോലി ഉണ്ടാവില്ല, പറഞ്ഞു വിട്ടേക്കണം. അധ്യാപകരുടെ കാര്യം അത് തന്നെ. ഇതേ നിലപാട് എല്ലാ വകുപ്പിലും ഉണ്ടെങ്കിൽ, എല്ലാ വകുപ്പിലും നടത്താൻ ഈ സർക്കാരിന് കഴിയും. ഈ സർക്കാരിന് ആജ്ഞാശക്തിയുള്ള സർക്കാർ തന്നെയാണ്. പിണറായി സർക്കാരിന് അതിനുള്ള ഒരു ആംബിയർ ഉള്ള സർക്കാർ തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാരിനുള്ള ആംബിയർ വേറെ ആർക്കെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുമില്ല.
കാര്യങ്ങൾ തുറന്നു തന്നെ പറയണമല്ലോ. ഈ സംവിധാനം എല്ലാ വകുപ്പിലും ഉൾപ്പെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് സേവന മേഖലയിൽ സേവനം നിഷേധിക്കുന്ന, കൊടുക്കാത്ത ആൾക്കാർ അവരെ ആ സമയം പിരിച്ചുവിടണം. സസ്പെൻഷൻ എന്നുള്ളൊരു പരിപാടി വേണ്ട, എടുത്ത് കളയണം. ആരോപണ വിധേയനാണെന്നുണ്ടെങ്കിൽ അവന് അന്വേഷിക്കട്ടെ, അന്വേഷണ കുറ്റക്കാരനാകുന്നതുവരെ ജോലി ചെയ്യട്ടെ. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കേസ് അന്നു മുതലുള്ള ശമ്പളം തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടിയിട്ട് അവന്റെ സ്ഥലങ്ങളും വസ്തുവകളും എല്ലാം റിക്കവർ ചെയ്യണം. അവന്റെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയൊന്നും വേണ്ട. റിക്കവർ ചെയ്യുന്ന ഒരു സാഹചര്യം വരും. അതുവരെ ഉണ്ടാക്കിയതും ശമ്പളവും മറ്റു കാര്യങ്ങളും എല്ലാം റിക്കവർ ചെയ്യുന്നവന്റെ കുടുംബവും കുട്ടികളും എല്ലാം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവനന്മാരുള്ള പട്ടിപ്പണിക്ക് നിൽക്കൂല, കൈക്കൂലിയും കോഴയും വാങ്ങാൻ നിൽക്കൂല. തെളിഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴാണോ തെളിയുന്നത്, ഇപ്പോ വിരല് മുക്കി എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ വിരല് മുക്കുന്നതോടുകൂടി തെളിഞ്ഞു, അതോടുകൂടി ആ സർവീസിൽ നിന്ന് അപ്പോ ലെറ്റർ എഴുതി കൊടുക്കുക, നീ ഇനി നാളെ മുതൽ ജോലിക്ക് വേണ്ട. അപ്പോൾ തന്നെ അടുത്ത ഒഴിവിടുക. അടുത്ത ആളെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആളോ അല്ലെങ്കിൽ പുതിയ ആളെ പിറ്റേന്ന് തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരമോ അതല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെയോ PSCയോ വിളിച്ചിട്ട് ഉടനെ അവിടെ ആ ഒഴിവ് അങ്ങോട്ട് ഫില്ല് ചെയ്യുക. അതാണ് വേണ്ടത്. പോലീസുകാരും അത് തന്നെ. പോലീസ് സേന എന്ന് പറഞ്ഞത് ജനങ്ങളുടെ സേവകരായി നിൽക്കേണ്ടവരാ. ജനമൈത്രി പോലീസായിട്ട് നിൽക്കാൻ അവർക്ക് സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം കാണിച്ചതുപോലെ ഒന്ന് പരിശോധിച്ചാൽ മതിയല്ലോ. പോർട്ടലിൽ കയറിയിട്ട് ഇയാളെ പേരിൽ എന്തെങ്കിലും കേസുണ്ടോ കാര്യങ്ങളുണ്ടോ നോക്കിയിട്ട് ചെന്നിരുന്നെങ്കിൽ അങ്ങനെ രാത്രി കയറേണ്ട സാഹചര്യം വരില്ലായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി ബഹളം വയ്ക്കുകയും തോന്നിയാസങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന പോലീസുകാരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവർ സർവീസിൽ വേണ്ടെന്നേ. അതായത് ഒരു ജോലി ചെയ്യാൻ, കൃത്യമായി ഒരു ജോലി ചെയ്യാൻ വിനിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി ആ ജോലി ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. അത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർ സർവീസിൽ വേണ്ട, ഒഴിവാക്കുക. ഒരു സ്കൂളിൽ ഒരു കുട്ടി വരുന്നത് പഠിക്കാനാണ്. ആ കുട്ടിക്ക് പഠിക്കാൻ അവിടെ സൗകര്യമില്ല, റാഗിങ്ങിനും തല്ലുകൂടാനും മറ്റു പൊളിറ്റിക്സിനും സിന്ദാബാദ് വിളിക്കാനും പഠിപ്പ് മുടക്കാനും ഒക്കെയാണ് അവന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അവൻ പിന്നെ വേണ്ടെന്നേ. അവിടെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഒരുപാടുണ്ട്, അവർ പഠിക്കട്ടെ. ഇവിടെ അഭ്യസ്തവിദ്യരായ ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും അഭ്യസ്തവിദ്യരായി ആയിരിക്കണം. അതായത് സാമൂഹ്യ ബോധമുണ്ടാവും, രാഷ്ട്രബോധമുണ്ടാവും, പൗരബോധമുണ്ടാവും. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും എല്ലാം അംഗീകരിക്കാൻ കഴിയും. ആരും ആരുടെയും തോളിൽ കയറില്ല. അതല്ലേ വേണ്ടത്. ഇവിടെ ആ റാഗിംഗ് വിരുദ്ധ സെല്ലുകൾ ഇല്ലാത്തതുകൊണ്ടല്ല, ഇവിടെ ആരാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്ന് നോക്കി നിലപാടെടുക്കുന്നത് കൊണ്ടാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സിദ്ധാർത്ഥിന്റെ കേസ്. അവിടെ SFI കുട്ടികളാണ് മുഴുവൻ പ്രതികൾ. അതുപോലെ ഈ പഠിക്കേണ്ട കുട്ടികളെല്ലാം കൂടി ഇറങ്ങിയിട്ട് അവരെ ഇറക്കിയിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തടഞ്ഞു. ആ കുട്ടികൾ പഠിക്കണ്ടെന്നേ. അതായത് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാവി അതോടുകൂടി കഴിഞ്ഞു, വിദ്യാഭ്യാസ ഭാവി അതോടുകൂടി കഴിഞ്ഞു എന്ന് ഉത്തമ ബോധ്യം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണം തെമ്മാടിത്തരം കാണിക്കുന്നു. ഇവിടെ എന്തെങ്കിലും തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ, തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, പിഴവ് പറ്റിക്കഴിഞ്ഞാൽ ഒരൊറ്റ ഒരുത്തന്നെ സർവീസിൽ ഉണ്ടാവില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സൈൻ ചെയ്ത് വാങ്ങിക്കൊണ്ട് അവനെ ജോലി കൊടുത്തു കഴിഞ്ഞാൽ ഒരുത്തന്നെ തെമ്മാടിത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ആംബിയർ ഉള്ള ഒരു സർക്കാരാണ് ഈ പിണറായി സർക്കാർ. പക്ഷെ ആ ആംബിയർ എവിടെ കൊണ്ട് പണയം വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.